ആദ്യം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് അസ് ആണ്. ഒക്കെ ആദ്യം പ്രൈമർ ഇട്ട് കൊടുക്കാവേ. ഇപ്പൊ എനിക്ക് അടുത്ത ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്തതായി എന്താണ് ഇടുന്നത്? ഇനി റോസ് പൗഡർ അത് ഇട്ട് കൊടുക്കാതെ നമുക്ക് അടച്ചു വെക്കാം. എനിക്ക് ഇത്രയും പോലെ തുറക്കടി തുറക്കും. അപ്പൊ നമ്മൾ റോസ് പൗഡർ ഇട്ടു. അടുത്തതായിട്ട് ഐഷാഡോ ആണ് ഇടാൻ പോകുന്നത്. കളർ നമ്മൾ ഈ ഒരു ഷെയ്ഡാണ് ഇടാൻ പോകുന്നത്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഇത് രണ്ടും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് കാണിച്ചു തരാവേ. ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതാണ് എടുക്കുന്നത് ഹൈലൈറ്റിന്. ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ കളറാണ് എടുക്കുന്നത്. അണ്ടേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാണ്. ഞാൻ അവൾക്ക് ഇട്ട് അപ്പൊ നമ്മള് ഏകദേശം ഒന്ന് തീരാറായിട്ടുണ്ട്. നമുക്ക് എന്നാലും ഒരു ടച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്ന് വെച്ചാൽ ഐലൈനർ ആണ് ഇടുന്നത്. ഞാൻ ഐലൈനർ അലർജി ആയതുകൊണ്ട് ഞാൻ കൺവശയാണ് താഴെ മേളിൽ വരുന്നത്. ഓക്കെ, ഞാൻ കണ്ണിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഐലൈനർ വെച്ച് മേളിൽ എഴുതിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക്. ഇത് നമുക്ക് ഇടാട്ടോ. 4 തരം ലിപ്സ്റ്റിക്കാണ്. ഫസ്റ്റ് നമുക്ക് 4 ഇടാം. അതാണ് അല്ല ലിപ് ലൈനർ ചെയ്യുന്നത്. ഓക്കെ, അതിടാവേ. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ലിപ് ലൈനറൊന്നും ഞാൻ ഇടുന്നില്ല. അപ്പോഴത്തേക്ക് നമുക്ക് കണ്ണാടി എടുക്കാം. അത് കണ്ണാടി പോയി ലിപ് ലൈനർ വലിക്കാൻ പോയത്. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈയൊക്കെ വിയർക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു കളറ് ലിപ്സ്റ്റിക്കാന്ന് തോന്നും. ലിപ്സ്റ്റിക്ക് അതൊന്നും കൂടെ നമുക്ക് ഇട്ട് വെക്കാം. ഇനി ഇത്തിരി എല്ലാം ഇടുന്നാളൂ. അതും ഇട്ടു. അടച്ചു വെക്കാം. ഇനി ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു പിങ്ക് പോലെയാണ്. കണ്ണാടി എടുത്ത് മതി. ഇത്തിരി നമ്മളെല്ലാം എടുത്തോ. ഓക്കെ, അങ്ങനെ തറ വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെക്കാം. ഞാൻ ആ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഈ ഒരു കളറാണ് നമ്മൾ ഇട്ടത് ഇപ്പം ലിക്വിഡ്. പിന്നെ നമ്മൾ ഇട്ടത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഫസ്റ്റ് ഇട്ടത്. പിന്നെ അതാണ്ട് സെക്കൻഡ് ഇട്ടത് ഇതും ആണ്. ഇനി നമുക്ക് കുറച്ച് വളയും മാല നമ്മൾ ഓടിച്ചിട്ടുണ്ട്.
ഡ്രസ്സ് ഇത് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പറയാൻ മറന്നു പോയതാണ്. ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ്. അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊരു ബാഗ് ഉണ്ട്, പിന്നെ വളയുണ്ട്, മാല ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഒരു ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഈ ലിപ് ലൈനർ വെച്ചാണ് ഞാനത് ഷെയ്ഡായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. നമുക്ക് എനിക്കിനി ഒരു ബോൾ കൂടെ വെക്കാനുണ്ട്. കുഞ്ചി ഒരു ബാഗും സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ബാക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ മുടിയൊക്കെ ഒന്ന് നല്ലോണം ചീക്കിട്ടില്ല. കുഞ്ചിയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മൾ പ്രത്യേക ഒരു സാധനം നമ്മൾ മറന്നു. എന്താണെന്ന് വെച്ചാൽ ബ്ലഷ് ഇടാൻ മറന്നു. ബ്ലഷ് ഇടണം ഗൈസ്, നമുക്ക് ബ്ലഷ് ഇടാം. ബ്ലഷ് ഇടാം. ഞാൻ വരട്ടെ. ഞാൻ ആദ്യം ബ്ലഷ് ഇടാം. നീ ഇതിനകത്തുള്ള ബ്ലഷ് ഇടാം. ഓക്കെ, ആദ്യം ഞാൻ ഇതെടുത്തു. ഓക്കെ, നമുക്ക് ബ്ലഷ് ഇടാൻ തുടങ്ങാവേ. ഞാൻ എൻ്റെ ഇത് നോക്കുക. അത് ഏതെടുത്താലും നമ്മൾ പിങ്ക് എടുക്കുന്നത്. പിങ്ക് ഇച്ചിരി ഇടണം. പിങ്ക് ഫേവറേറ്റ് കളർ നമുക്ക് നോക്കാം. പിങ്ക് കണ്ണാടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിങ്ക് ഇല്ലാത്തതാണ് ഇടാൻ നോക്കുന്നത്. നോക്കാം, ചിലപ്പോൾ ഇത് ഇടാം. ഞാൻ ഇട്ട് തുടങ്ങി ഗൈസ്. നമ്മൾ കൈ വെച്ചും കൂടെ തുടങ്ങി. കുട്ടിയുടെ കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്. ഇപ്പം സമയം ബ്ലഷ് ഇട്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സമയം എന്ന് പറഞ്ഞൊരു 7:30 ആയി കാണും. ഓക്കെ, 7:30 അപ്പോൾ നമുക്ക് 8 മണിക്കാണ് ഫംഗ്ഷൻ എന്നാണ് തോന്നുന്നത്. 7 മണിക്ക് ഒരുങ്ങാൻ തുടങ്ങിയാൽ 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. 1 മണിക്കൂറത്തെ മേക്കപ്പാണ്. ഇതിനകത്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ചില താമസം കേട്ടോ. ഇനി വേറെ കമ്പനി ഇടണോ? വേറെ കമ്പനി നമുക്ക് വേറെ ഒരു കമ്പനി ഇടാം. ബാക്കി ഞാൻ പറഞ്ഞ പോലെ കുഞ്ചി ഏതാണെന്ന് ഇടുന്നതെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു. അപ്പം ഗൈസ്, ഇവർ രണ്ടും ഒരേതാണോ നോക്കട്ടെ. രണ്ടും ഒരേതാണോ? അപ്പോഴത്തേക്ക് നമ്മൾ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ചി ഒരുങ്ങി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ മുടി ഞാൻ വേണമെങ്കിൽ കെട്ടിയിട്ട് ഇപ്പോൾ വരാം. അതുവരെ കുഞ്ചി കണ്ടോ. അപ്പം ഗൈസ്, നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞ് ഉണ്ട്. ഇതിൻ്റെ ഒരേതാണ് തോന്നുന്നു. ശരിയായില്ല ഗൈസ്. നോക്കാൻ പറ്റും. അപ്പോഴത്തേക്കും നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ ചീവിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ഇതാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. കുഞ്ചി അതേപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ ആട്ടോ ഇട്ടേക്കുന്നത്. രണ്ട് നല്ല രസമില്ലേ. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു ബോയാണ് വെക്കുന്നത്. നല്ല മുട്ടക്കുള്ള തിളങ്ങിയിരിക്കുന്ന ഒരു ഇതല്ലേ. അപ്പം അതേപോലെ തന്നെ കുഞ്ചിയുടെ ഒരു പിങ്ക് കളറാണ്. ഇത് രണ്ട് സെയിം ആണ് ഗൈസ്, നല്ല സെയിം ആണ്. ഇത് കാണുമ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ തിളങ്ങുന്ന മുത്തുള്ളതാണ്. പിന്നെ ഞാൻ ഈ 4 വളയാണ്, കുപ്പിവള പോലത്തെ ഒരു 4 വളയാണ്. റെഡും പിന്നെ ഒരു ഗ്രീനാണോ യെല്ലോ ഒന്നും അറിയാൻ വയ്യ. ഞാൻ ഈ ഒരു മോതിരം ഇടുന്നുണ്ട്. ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന ബാഗ് നിങ്ങൾക്ക് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് ഇതാണ് കുഞ്ചിയുടെ കമ്മൽ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. എൻ്റെ നല്ല രസമുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ബോ വെക്കാം കേട്ടോ. ഞാൻ ദാ ഇങ്ങനെ ഒരു ബോയാണ് വെക്കുന്നത്. എന്നിട്ട് എൻ്റെ റിങ് ഞാൻ ഈ കയ്യിലാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ റിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ വള നമുക്ക് ഇടാം. ഗൈസ്, ഞാൻ ഒരു കാര്യം കാണിച്ചു. ഈ ഉടുപ്പാണ് ഞാൻ ഇട്ടത്. പക്ഷെ ഇതിൻ്റെ കുരു കഴിക്കാൻ ഞാൻ 1 മണിക്കൂറുണ്ട്.
കല്യാണത്തിന് പോകുന്ന ബെല്ലെ പ്രിൻസസിന് പോലത്തെ ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് എനിക്ക് അവിടെ കണ്ടു. അപ്പം ഗായ്സ് ഞാൻ ഉടുപ്പിട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. ഉടുപ്പിടാൻ പോവാം. ഹായ്, ഇതാണ് എൻ്റെ സ്റ്റൈൽ വരുന്നത്. എൻ്റെ സ്റ്റൈൽ എൻ്റെ ബാഗുണ്ട്. പത്തു എൻ്റെ ബാഗ് കിട്ടുന്നു. ഓക്കെ, ബാഗ് ഇട്ടിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, ബാഗ് ബാഗ് എടുക്കുമ്പോൾ ബാഗ് ഇതാണ് ഈ അവസരം. അവൾ വേറെ ഒരു ബാഗ് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇതാണ് ഞാൻ ബാഗ് ഇരിക്കുന്നത്. തത്തു റിട്ടേൺ ചേരുന്ന പക്ഷേ എനിക്ക് ഈ ബാഗ് മാത്രമല്ല, ബാഗുണ്ട് പക്ഷെ മറ്റുള്ള ബാഗുണ്ട്. പക്ഷെ ഇതാണ് കുറച്ചുകൂടി ചേരുന്നതുകൊണ്ട് ഞാൻ ഇട്ടു. അപ്പം ഞാൻ ഇതാണ് ഈ ബാഗാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ ബാഗ്. ഇങ്ങനെയുണ്ട്. ഹലോ, അപ്പം ഞാനും തത്തൂടും ഉള്ളതാണ് ഇത്. ഞങ്ങളൊരു ഒരു സെൽഫി. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ വേറൊരു വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഇടും. ആൾറെഡി വിത്ത് മീയുടെ ഒരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. പിന്നെ ഒരു 2-3 റീൽസ് ഇട്ട് പറ്റുമെങ്കിൽ ഇടാം. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, എല്ലാം ചെയ്യണേ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും തത്തൂനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, പേരാണ് അമ്മയ ആൻഡ് ആത്മേയ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവർക്ക് സബ്സ്ക്രൈബ് കുറവാ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കും കുറവാ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടേക്കും ഒരു സബ്സ്ക്രൈബ് ചെയ്യേ, ഒന്ന് ഫോളോ ചെയ്ത് കഴിക്കണേ. അപ്പോൾ തത്തൂന് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ പേര് അതിൽ സുകന്യ ഷാ, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.